നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ നക്ഷത്രം, അതായത് കാർത്തിക. മലയാളത്തിൽ കാർത്തിക നക്ഷത്രത്തിനെ പറയുന്നത് കൃത്തിക എന്നാണ്. അതാണ് ആ നക്ഷത്രത്തിൻ്റെ കഥകളുമായി ബന്ധപ്പെട്ടാൽ യോജിക്കുന്നത്. കാർത്തിക നക്ഷത്രം മേടം രാശിയുടെ അവസാനവും ഇടവം രാശിയുടെ 10 ഡിഗ്രിയും 10 ഡിഗ്രിയും കൂടി വരുന്നതാണ് കാർത്തിക നക്ഷത്രം. കുറേ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. ഒന്ന് കുജനാണ്, മേടൻ രാശിയുടെ അധിപൻ കുജൻ. പിന്നെ വരുന്നത് അടുത്ത രാശി ഇടവൻ രാശിയാണ്, അതിൻ്റെ ആധിപത്യം ശുക്രനാണ്. കൂടാതെ ഈ നക്ഷത്രാധിപൻ അത് സൂര്യനാണ്. പിന്നെ ഇതിൻ്റെ ഡയറ്റി, ദൈവം, അത് അഗ്നിയാണ്. ഒരുപാട് പ്രബലന്മാർ അടങ്ങിയ ഒരു നക്ഷത്രമാണ്. വിശകലനം ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം സൂര്യൻ്റെ പ്രതാപം ഇവിടെ വളരെ പ്രസക്തമാണ്. ഭരണിയും നക്ഷത്രവും ഭരണിയും അശ്വതിയുമൊക്കെ സൂര്യപുത്രന്മാരായിരുന്നു. സൂര്യൻ ആക്ച്വലി വരുന്നത് കാർത്തിക മുതൽക്കാണ്. ശരിക്ക് അഥർവവേദത്തിലൊക്കെ ആദ്യ നക്ഷത്രമായിട്ട് കണക്കാക്കുന്നത് കാർത്തികയാണ്. പിന്നെ ഉണ്ടായൊരു മാറ്റമാണ് ഫസ്റ്റ് നക്ഷത്രം അശ്വതിയായി വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നക്ഷത്രത്തിനെ പറ്റിയുള്ള വിശകലനത്തിൽ എപ്പോഴും അതിൻ്റെ ഡയറ്റിക്ക് നമ്മൾ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനം കൊടുക്കണം. ഇവിടെ അഗ്നിക്ക് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം, അഗ്നിയുടെ ഗുണദോഷങ്ങൾ ഇവിടെ നമ്മൾ ചിന്തിക്കണം. അഗ്നി എന്താണ്? ഫണ്ടമെൻ്റൽ ബേസാണ്. നമ്മൾ കാണുന്ന ഒരു ദൈവമാണ് അഗ്നി. സ്പർശിച്ചാൽ നമുക്കതിൻ്റെ ഫലങ്ങൾ അറിയാനാവുന്ന ഒരു ദൈവം. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഒരു മീഡിയേറ്ററായിട്ട് പറയുന്നുണ്ട് അഗ്നിയെ. ദൈവങ്ങളുടെ മുഖമായിട്ട് പറയുന്നുണ്ട് അഗ്നിയെ. കാരണം നമ്മൾ ഈ അഗ്നിക്ക് ഹോമം ചെയ്യുമ്പോൾ നമ്മൾ എന്തു പറയുന്നു, ഏത് ദൈവത്തോടാണ് നമ്മൾ അപേക്ഷിക്കുന്നത്, ആ മെസ്സേജ് ആക്ച്വലി പോകുന്നത് അഗ്നിയിൽ കൂടിയാണ്. കൂടാതെ ദ ബെസ്റ്റ് പ്യൂരിഫയർ, നമ്മൾ കാണുന്നതിൽ ഏറ്റവും നല്ല പ്യൂരിഫയർ അഗ്നിയാണ്. അപ്പോൾ ആ ഗുണങ്ങളൊക്കെ നമ്മൾ ഈ നക്ഷത്രക്കാരിലേക്ക് കൊണ്ടുവരണം. അവർ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നതിൽ ഉപരിയായി അവർ സമൂഹത്തിൽ ചെയ്യുന്ന ത്യാഗങ്ങൾ അംഗീകരിക്കപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ അവർ സമൂഹത്തിൽ വളരെ പ്രബലമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. കൂടാതെ അഗ്നി നമ്മുടെ ആദ്യകാലത്ത് തുടക്കത്തിൽ ജീവനൊരു ഒരു ഊർജ്ജസ്വലത കൊണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഒരു കഥ പോലെ പറയുന്നതാണ്. അപ്പോൾ മനുഷ്യനൊക്കെ തന്നെ, ജീവിജാലങ്ങൾക്കൊക്കെ തന്നെ ദൈവം ജഡരാഗ്നി എന്ന ഒരു പ്രതിഭാസത്തെ കൊടുത്തു. ആ ജഡരാഗ്നിയുടെ ജ്വലനമാണ് പിന്നെ മനുഷ്യർ ആക്റ്റീവാക്കുന്നത്, വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള മറ്റ് പ്രക്രിയകൾ വരുന്നു. അപ്പോൾ ഫണ്ടമെൻ്റലായിട്ട് അഗ്നിയാണ് അതിൻ്റെയും അടിസ്ഥാനം. അഗ്നിക്ക് നമ്മൾ 7 നാവുകൾ പറയുന്നുണ്ട്. അത് ഇൻ്റലിജൻസിയെയാണ് കാണിക്കുന്നത്. വിദ്യാഭ്യാസം, വിവേകം, വാക്ചാതുര്യം, ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അഗ്നിയിൽ കൂടി വരുന്ന സ്വഭാവ വിശേഷങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ,
മാഴ്സിൻ്റെ സ്വാധീനം, കുജൻ്റെ സ്വാധീനം, മേടം രാശി. അപ്പോൾ അവിടെ മേടം രാശി ആയതുകൊണ്ടും സൂര്യൻ ഇതിൻ്റെ സ്റ്റാർ ലോഡാണ്. അപ്പോൾ സൂര്യനും കുജനുമൊക്കെ വന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാർ വലിയ താഴ്ന്ന തരത്തിലുള്ളൊരു ജോലിക്ക് ഇവർ തൃപ്തരാവില്ല. ഇപ്പോഴും ഒരു നല്ല സ്റ്റാൻഡേർഡുള്ള അംഗീകാരമുള്ള പ്രൊഫഷൻസിൽ ഇവർ തൃപ്തി കാണിക്കുകയുള്ളൂ. ഇപ്പോഴും ഇവർ നിയമപാലകന്മാരായിരിക്കും. കാരണം സൂര്യൻ്റെ ഒരു ശക്തി അവിടെയുണ്ട്. സൂര്യനും ഒപ്പം തന്നെ മാഴ്സുമുണ്ട്, കുജനുമുണ്ട്. അപ്പോൾ നിയമം എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു ത്വര ഈ നക്ഷത്രക്കാർക്ക് വളരെ ശക്തമായിട്ടുള്ളതാണ്. ഏത് ഫീൽഡിലും ഈ മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ്, ഇതൊക്കെ കാർത്തിക നക്ഷത്രക്കാർ പറഞ്ഞതാണ്. കൂടാതെ ഡിഫൻസിൽ, മിലിറ്ററിയിൽ എല്ലാം നല്ല ജോലി. ഇൻഡസ്ട്രിയലിസ്റ്റ് ആകാം, ബെസ്റ്റ് ഇൻഡസ്ട്രിയലിസ്റ്റുകളാകാം. കൂടാതെ ഓൺട്രപ്രീനിയേഴ്സ് ആകാം. എങ്ങനെ ആയാലും സ്റ്റാൻഡേർഡുള്ള ജോലിക്കാണ് സൂര്യസാന്നിധ്യം കൊണ്ട് ഇവർ ശ്രമിക്കുകയുള്ളൂ. അത്തരം ജോലികൾ കിട്ടിയാൽ ഇവർ വളരെ അധികം ഉയർന്ന സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും. സൂര്യൻ്റെ ഒരു സ്വാധീനം ഉള്ളതുകൊണ്ടും സൂര്യനും കുജനുമൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ ഈ സർജറി, മെഡിസിൻ ഈ ഫീൽഡിലും വിജയിക്കും. ശുക്രൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഇവർ ഈ ആർട്ട് ഫീൽഡുകളിലും, സിനിമ, മറ്റ് സ്റ്റേജ് പ്രോഗ്രാംസ്, അതിലൊക്കെ ഇവർ വളരെ, സംഗീതം, ഇതിലൊക്കെ അവർ ഷൈൻ ചെയ്യും. മറ്റൊന്ന്, ഈ നക്ഷത്രക്കാരുടെ മൃഗം അത് പെൺ ആടാണ്. വളരെ ആർക്കും ഉപദ്രവം ചെയ്യാത്തൊരു, വളരെ ഉപകരിക്കുന്ന, എല്ലാറ്റിനും അവസാനം നമ്മൾ പറയുക സ്കേപ്പ് ഗോഡ്സ് എന്നല്ലേ. ആടിനെ ആണല്ലോ നമ്മൾ ക്രൂസിഫൈ ചെയ്യുക. അപ്പോൾ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഒരു മൃഗമാണ് ആട്. പിന്നെ പക്ഷി, യഥാർത്ഥത്തിൽ പുള്ള് എന്ന് പറയുന്നുണ്ട്. മയിലാണ് ഈ നക്ഷത്രക്കാരുടെ പക്ഷി. സുബ്രഹ്മണ്യൻ്റെ വാഹനം കൂടിയല്ലേ. സുബ്രഹ്മണ്യൻ ഇതിൽ, ഈ ജാതകത്തിൽ വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം സുബ്രഹ്മണ്യനും അഗ്നിയുടെ ഒരു പ്രോഡക്റ്റാണ്. മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്ന് വന്ന 6 തരംഗങ്ങൾ, തീയുടെ തരംഗങ്ങളാണ് അത്. കൃത്രിക എന്ന സഹോദരിമാർ വളർത്തി അങ്ങനെ വന്നതാണ് ഈ സുബ്രഹ്മണ്യൻ. അപ്പോൾ സുബ്രഹ്മണ്യനും അഗ്നിയും ഒക്കെ റിലേറ്റഡ് ആണ്. ചില ആൾക്കാർ പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ ഡയറ്റിയായിട്ട് അഗ്നിയെയും പറയുന്നുണ്ട്, സുബ്രഹ്മണ്യനെയും പറയുന്നുണ്ട്. കൃത്തികയും വരുന്നുണ്ട് അതിൽ. കൃത്തിക ആക്ച്വലി സഹോദരിമാർ സുബ്രഹ്മണ്യനെ വളർത്തി എന്നുള്ളതാണ്. എങ്ങനെയായാലും കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു സുഹൃത്ത് വലയമുണ്ടാകും. അവിടെ ഹോണസ്റ്റിയാണ് പ്രധാനം. നല്ല ഹോണസ്റ്റായിട്ടുള്ള ആൾക്കാരായിട്ട് ഇവർ നല്ല സൗഹൃദ ബന്ധം പുലർത്തും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, കാരണം ഇവിടെ അഗ്നിയും സൂര്യനും കുജനും ശുക്രനും ഒക്കെയാണ്. ജാതകത്തിൽ എന്തെങ്കിലും കുജനോ സൂര്യനോ ദോഷമുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകൂ. അല്ലെങ്കിൽ മൊത്തത്തിൽ ആരോഗ്യവാന്മാരായിരിക്കും. പിന്നെ ഈ നക്ഷത്രക്കാരുടെ പക്ഷി, മയിൽ പറഞ്ഞില്ല, അഭിവൃദ്ധിയുടെ ഒരു സിമ്പിളാണ്, സൗന്ദര്യത്തിൻ്റെ സിമ്പിളാണ്. മറ്റ് പല ഘടകങ്ങളും ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ ജാതകത്തിൽ ഈ നക്ഷത്ര പരിശോധനയിൽ ചേർക്കണം. പക്ഷെ അപ്പോൾ വിഷയം വളരെ വിപുലമാകും.
പരിമിതി ഉള്ളത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. എന്നാലും വളരെ പ്രധാനമായിട്ട് ഞാനൊരു ഈ നക്ഷത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ വരികൾ പറഞ്ഞു തരാം. അത് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഈ നക്ഷത്രത്തിന് അഗ്നിയുടെ സ്വാധീനം വളരെ പ്രധാനമാണ്. അഗ്നി ഞാൻ പറഞ്ഞില്ല, ജഠരാഗ്നിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലും കോപാഗ്നിയുമുണ്ട്. അപ്പോൾ ഈ കോപാഗ്നിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്. അതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു മന്ത്രം എല്ലാ ദിവസവും 108 പ്രാവശ്യം ഇത് ഉരുവിടുന്നത്, രാവിലെ ഉരുവിടുന്നത് നല്ലതായിരിക്കും. അത് ഇങ്ങനെയാണ്: ഓം ആഗ്നേയാ നമഃ. ഇത് എല്ലാ ദിവസവും രാവിലെയോ നിങ്ങൾ എപ്പോഴും വൃത്തിയായി കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന സമയത്ത് ഉരുവിട്ടാൽ മതി. ഇത് ഓംകാരം എന്നുള്ള ശബ്ദം തന്നെ നമുക്ക് ഉപകരിക്കുന്നതല്ലേ. തൽക്കാലം ഇത്രമാത്രം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. അതിനെക്കുറിച്ച് അടുത്ത സെഷനിൽ നമുക്ക് സംസാരിക്കാം.